വാർത്ത. കൊല്ലത്ത് ഉത്സവത്തിനിടെ യുവാവിന്റെ പരാക്രമം. കുണ്ടറ സ്വദേശി അജോയ് അശോകനാണ് വടിവാള് വീശി ആളുകളെ ആക്രമിച്ചത്. ഇന്നലെ രാത്രി കുണ്ടറ ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിലാണ് ഈ സംഭവം. കണ്ണൻ നായരുണ്ട് വിവരങ്ങളുമായി. കണ്ണാ, ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിന് മുൻപ് നടന്നത്, എന്താണ് ഇതിന് ശേഷം നടന്നതെന്നൊക്കെ അറിഞ്ഞാലേ ഇത് ആരാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നക്കാരെന്ന് അറിയാൻ കഴിയും. എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് അവിടെ നേടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. ദിവിഷ, ഇത് യഥാർത്ഥ പ്രശ്നക്കാരൻ ഈ അജോയ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അജയ്യുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ 2 മാസം മുമ്പ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അതിൻ്റെ കാരണത്താൽ ഉത്സവം നടത്തരുത് എന്ന് ഈ വ്യക്തി പലതവണ ഈ ഭരണസമിതി ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഭരണസമിതി കമ്മിറ്റികൾ ചേരുന്ന സമയത്ത് ഈ കമ്മിറ്റി ഓഫീസിലെത്തി ബഹളം വെക്കുകയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക തന്നെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഭരണസമിതി ഭാരവാഹികൾ പരാതിയും നേരിട്ട് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ അവിടെ ഉത്സവം നടന്നത്. അതൊരു നാടിൻ്റെ ക്ഷേത്രമാണ്. ഒരു കുടുംബവും അതുപോലെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഉത്സവമാണ്. ആ വ്യക്തിക്കുണ്ടായ സഹോദരൻ്റെ മരണം എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഉത്സവം മാറ്റിവെക്കണം എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കുറേ നാളുകളായിട്ട് അവിടെ ഈ അജോയ് ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഉത്സവം നടത്താൻ ഭരണസമിതി തീരുമാനിച്ചു. അതിൽ പ്രകോപിതനായാണ് ഇന്നലെ അവിടെ എത്തി ഇത്തരത്തിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇയാളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഈ സുഹൃത്തും ഇയാളോട് എത്തിയാണ് ഇത്തരത്തിൽ വടിവാളുമായി വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയത്. ആദ്യം വടിവാൾ വീശി ആൾക്കാരെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അസഭ്യവർഷം നടത്തി. അത് തടയാൻ ശ്രമിച്ച 3 പേർക്കാണ് പരിക്കേറ്റത്. അവർ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഭരണസമിതി വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരൻ മരിച്ചതിനാൽ ഉത്സവം നടത്തരുത് എന്നുള്ളതായിരുന്നു ഈ അക്രമിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇയാൾ നേരത്തെയും പല ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ എത്തി അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇയാളെന്നാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. തന്നെയായാലും കുണ്ട്ര പോലീസ് ഇതിന്മേൽ അന്വേഷണം നടത്തുകയാണ്.